അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ നേരിട്ട് കണ്ടു. മാഷാ അല്ലാഹ്, കൺകുളിർക്ക് കണ്ടു. അമ്പും വില്ലും എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു അത്രമാത്രം ചേർന്ന് രണ്ടുപേരും അല്ലാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. മാ സാഗൽ ബസറു വമാ തഗാ. കണ്ണൊരു അല്പം പോലും പിഴച്ചിട്ടില്ല. അല്ലാഹുവിനെ നേരിട്ട് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞു, മടക്കി പരിശുദ്ധ പ്രവാചകരുമായി സംസാരിച്ചു. പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായി കൊടുത്തു 50 വഖത്ത് നമസ്കാരം. എത്ര വഖത്ത് നമസ്കാരം? ഉറങ്ങുന്നല്ല, 50 വഖത്ത് നമസ്കാരം. ഇനി ഉറങ്ങൂല. എത്രയാണ്? 50 വഖത്ത്. 50 വഖത്ത് നിസ്കാരവുമായി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തിലൂടെ തിരിച്ചു വരിക. അപ്പോഴാണ് ആറാൻ ആകാശത്ത് ആര് നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി. എന്താ ചോദിച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റൂല. കാരണം ഈ 50 വഖത്ത് നിസ്കാരമായിട്ട് പോയാലേ തെക്കിൽ ജമാഅത്തുകാരാണ്. അല്ലാഹ് ഒറ്റ വഖത്ത് പോലും നിസ്കരിക്കാത്ത കൗമുണ്ട്. ഇല്ലേ? അതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താവൂല? നിസ്കരിക്കാത്ത കൗമാണ്. കൗമിന്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. 50 വഖത്തായിട്ട് പോകരുത്, ഒരിക്കലും പോകരുത്. ആര് പറഞ്ഞു? മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടു. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ തിരിച്ചു വിട്ടു. മൂസാ നബിയുടെ നിർബന്ധ നിമിത്തമായിട്ട് പോയി. എന്താ കാരണം? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ ഇതുപോലെയുള്ള ഇബാദത്തുകളൊക്കെ പരീക്ഷിച്ചതാണ് എന്റെ ഉമ്മത്തിനോട്. എന്റെ ഉമ്മത്താരാണ്? ഇസ്രായേലി ജനതയാണ്. അവർ ഈ നിസ്കാരം ചെവിക്കൊണ്ടിട്ടില്ല, ഒരു ഇബാദത്തും അനുഷ്ഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ് സമൂഹത്തിന്റെ അവസ്ഥ, കൗമിന്റേതാകുന്ന ശൈലി. അതുകൊണ്ട് ഇതുമായിട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, വിലക്കേർപ്പെടുത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചുപോയി. അല്ലാഹു 5 വഖത്ത് നമസ്കാരം ചുരുക്കി കൊടുത്തു. നമുക്കറിയാം ചരിത്രം, ഞാൻ ചുരുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വന്നു. ജിബ്രീൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആറാൻ ആകാശത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, തിരിച്ചു പോകണം. അല്ലാഹുവിന്റെ ഹദ്റത്തിൽ പോയി അത് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞു. 45 ആക്കി, 40 ആക്കി, 35 ആക്കി, 30 ആക്കി, 25 ആക്കി, 20 ആക്കി, 15 ആക്കി, 10 ആക്കി, 10ൽ നിന്ന് 5 ആക്കി. 5 ആക്കിയിട്ട് അല്ലാഹു പറഞ്ഞു, ഈ 5 വഖത്ത് നിസ്കാരം അതിൽ ഒരു വഖത്ത് നിർവഹിച്ചാൽ, സുബഹി നിസ്കരിച്ചാൽ, സുബഹിയുടെ വഖത്ത് നിർവഹിച്ചാൽ അവന് 10 വഖത്ത് നമസ്കാരം നിർവഹിച്ച പ്രതിഫലം രേഖപ്പെടുത്തും. അപ്പൊ 5 വഖത്ത് നോക്കുമ്പോ എത്രയായി? 50 വഖത്തായി. 50 വഖത്താണ് ആദ്യം തന്നത്. 1ന് 10 എന്ന നിലയ്ക്ക് ഒരു വഖത്ത് നിർവഹിച്ചാൽ 10 വഖത്ത് നിർവഹിച്ചതിന്റെ പ്രതിഫലം. 5 വഖത്ത് നിർവഹിച്ചാൽ 50 വഖത്ത് നിർവഹിച്ച പ്രതിഫലം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നൽകാം എന്ന് അല്ലാഹു ഉറപ്പ് നൽകി. ആ ഉറപ്പ് വാങ്ങിച്ചു അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ആറാൻ ആകാശത്ത് നിന്ന് പറഞ്ഞു, പോകല്ലേ, ഖൗമാണ്, അല്ലാഹു ഈ 5 നിസ്കരിക്കും. മൂസാ നബി പറഞ്ഞത് ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? ഈ ഖൗമിൽ എത്ര പേര് അത് അനുസരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. മൂസാ നബി അന്ന് പറഞ്ഞതാ, ഇതുമായിട്ട് പോകല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, എന്റെ ഉമ്മത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഇത് അമൽ ചെയ്യും. ഞാൻ 9 വട്ടം അല്ലാഹുവിന്റെ അടുക്കൽ തിരിച്ചുപോയി, നിങ്ങളുടെ വാക്ക് കേട്ട്. ഇനിയും തിരിച്ചു പോയാൽ അവസാനമുള്ള ഈ 5 ചിലപ്പം എടുത്തു മാറ്റിയാൽ, കാരണം 5 വെച്ച കുറച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നൽകിയ സമ്മാനമാണ്. ഈ 5ൽ ഒരു വഖത്ത് നിർവഹിച്ചാൽ 10 വഖത്ത് നിർവഹിച്ച പ്രതിഫലമുണ്ട്. അപ്പോൾ ആദ്യം തന്ന 50ലേക്ക് എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് 5 വഖത്ത് നിർവഹിച്ച. ഇനി ഞാൻ ഇനി പോകുന്നതിനെ ഞാൻ ലജ്ജിച്ചു. എനിക്ക് മനസ്സിന് ഭയങ്കര ലജ്ജയുണ്ട്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകാൻ നാണമാണ്. ഞാൻ എങ്ങനെ പോകും? 9 വട്ടം അല്ലാഹുവിന്റെ അടുക്കൽ പോയി അല്ലാഹു എനിക്ക് കുറച്ച് തന്നതാണ്, ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ 5 വഖത്ത് നിസ്കാരവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? കേൾക്കണോ? എന്താ പറഞ്ഞത്? മൻ സറഹു അൻ യൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിദ് അലസ്സലാ ആണ് നമ്മൾ പഠിക്കുന്ന പാഠം.
എന്താണ് ഈ 5 വഖത്ത് നമസ്കാരം ആരൊരുവന് കൃത്യമായി സൂക്ഷ്മത വെച്ചുകൊണ്ട് നിലകൊള്ളുന്നോ, ഏതൊരു സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, ഈ 5 വഖത്ത് നമസ്കാരം ആരെങ്കിലും ചിട്ടവെക്കുന്നുണ്ടോ അവൻ തീർച്ചയായും അല്ലാഹുവിനെ നേരിട്ട് കണ്ണുകൊണ്ട് കാണാനുള്ള സൗഭാഗ്യം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവാകുന്ന പരിപാലകനാകുന്ന പടച്ചറബിനെ നേരിട്ട് കണ്ടുകൊണ്ട് അല്ലാഹു കൊടുത്തതാകുന്ന 5 വഖത്ത് നിസ്കാരവുമായി കടന്നു വന്നിട്ട് ഉമ്മത്തിന് കൊടുത്തിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കണ്ടതുപോലെ അല്ലാഹുവിനെ നേരിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ 14-ാം ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ അല്ലാഹുവിനെ നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ നൽകിയിരിക്കുന്ന 5 വഖത്ത് നിസ്കാരം നിങ്ങൾ ചിട്ടവെക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ കാണണമെങ്കിൽ എന്ത് വേണം? ഈ 5 വഖത്ത് നിസ്കാരം കാരണം എന്തിനാ? ഞാൻ നേരത്തെ വാതിൽ തന്നെ പറഞ്ഞു, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹുവാണ്. ഏറ്റവും വലിയ സൗന്ദര്യമുള്ള വ്യക്തിയാണ് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനേക്കാൾ യൂസുഫ് നബിക്ക് സൗന്ദര്യം കൊടുത്തത് ആരാണ്? അല്ലാഹു. യൂസുഫിനോട് സൗന്ദര്യത്തെ പറ്റി സൂറത്ത് യൂസുഫിൽ തന്നെ പറയുന്നത് എന്താ പറയുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇങ്ങനെ മുന്നിൽ കൂടെ നടത്തി അവിടെയുള്ളതാകുന്ന സ്ത്രീകളുടെ കൈവശം ആപ്പിളിന്റെ കഷ്ണം കൊടുത്തു. അവർ ആ ആപ്പിൾ മുറിക്കുന്നതിനിടെ യൂസുഫ് നബി ഇങ്ങനെ കൂടെ നടത്തി വിട്ടു. യൂസുഫ് നബിയിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ കൈ കഷ്ണമായിട്ട് മുറിച്ചു. കൈവരലെ മുറിഞ്ഞു. ഖത്ത എന്ന് പറഞ്ഞാൽ കഷ്ണമായിട്ട് മുറിക്കുന്നതിനാണ് ആ വാക്ക് പറയുന്നത്. അവരറിഞ്ഞില്ല ആപ്പിളിന്റെ കഷ്ണം ഇങ്ങനെ കച്ചകച്ചകന്ന് അറിയുന്ന സവാള അരിയുന്നത് അരിഞ്ഞിട്ട് വിരല് മുറിച്ച് കൊടുത്തു. മനസ്സിലാകുന്നുണ്ട്? ബോധം നഷ്ടപ്പെട്ടു പോയെന്ന്. സൗന്ദര്യം അത്ര സൗന്ദര്യമാണ് സയ്യിദുനാ യൂസുഫ് നബി. ആ യൂസുഫ് നബിയേക്കാൾ സൗന്ദര്യമാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരുടെ സൗന്ദര്യം ലോകത്തെ എല്ലാവരും ഇന്ന് കാണുന്ന ഭൂമിയിൽ ജനങ്ങൾ കാണാൻ വേണ്ടി കൊതിക്കുന്ന സ്ഥലങ്ങൾ, ജനങ്ങൾ വലിയ ആഗ്രഹത്തോടുകൂടി കാണുന്ന മാളുകൾ, പാർക്കുകൾ, നമ്മളീ കാണുന്ന സംവിധാനങ്ങളൊക്കെ മനുഷ്യ നിർമ്മിതിയാകുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. സ്വർഗത്തെ സൃഷ്ടിച്ച അല്ലാഹു അവൻ എത്ര സുന്ദരനായിരിക്കും, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂസുഫ് നബിയെ സൃഷ്ടിച്ച, സ്വർഗ്ഗം സൃഷ്ടിച്ച, ഈ ലോകത്ത് നമ്മുടെ കണ്ണിന് കൺകുളിർമയാകുന്ന സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ച അല്ലാഹു എത്ര സുന്ദരനാണ്. ആ റബ്ബാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൻ. അവനെ കാണാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഗ്രഹിക്കേണ്ടത്. നസീമുൽ വസ്ലിഹാ അലല്ലദാമാ فأسكرهم وما شربوا مداما فأسكرهم وما شربوا مداما. ഷാദുൽ ഇമാമിന്റെ ബൈത്തിലുണ്ട് ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നിൻ. അവരുടെ ഉദ്ദേശം, ഔലിയാക്കളുടെ ഉദ്ദേശം എന്തല്ല? സ്വർഗ്ഗമല്ല. ഔലിയാക്കൾ സ്വർഗ്ഗം ഉദ്ദേശിക്കുന്നില്ല. അവർ അമൽ ചെയ്യുന്നതൊക്കെ ആരെ കാണണമെന്നുള്ള ലക്ഷ്യത്തിലാണ്, അല്ലാഹുവിനെ കാണുക എന്നുള്ളതാണ്. കാരണം സ്വർഗ്ഗം എന്നുള്ളത് ആരുടെ നിർമ്മിതിയാണ്? പടച്ച റബ്ബ് സൃഷ്ടിച്ചതാണ്. ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ളവൻ അല്ലാഹുവാണ്. ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് റബ്ബിനെ കാണാനാണ് അവരുടെ ഉദ്ദേശം. ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നിൻ. സ്വർഗ്ഗത്തെ ഉദ്ദേശിച്ചിട്ട് അവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരടക്കം അവരുടെ പേരിലല്ലേ നമ്മൾ റാത്തീബ കഴിക്കുന്നത്? ആണോ അല്ലയോ? എത്ര വയസ്സുള്ള മൊയ്തീൻ ഷെയ്ഖ്? എത്രയുണ്ട്? നല്ല നെയ്ച്ചോറും ഇറച്ചിക്കറിയും ഹിജ്റ 470 ജനിച്ചു. ഹിജ്റ 561 വഫാത്തായി മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എത്ര വയസ്സ്? എത്ര
91. എത്ര വയസ്സ്? നീയെങ്കിലും പഠിച്ചു. വർഷം മൊയ്തീൻ റാത്തീബ് കഴിച്ചിട്ട് പോകുന്നല്ലാതെ ഇന്നുവരെ മൊയ്തീൻ ഷെയ്ഖിന്റെ വയസ്സ് പഠിച്ചു. എപ്പോഴെങ്കിലും പഠിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നൽകട്ടെ. അവരുടെ മദദ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 18ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ കൊടുത്തതാകുന്ന സമ്പാദ്യം 40 സ്വർണ്ണ നാണയം. നമുക്കെല്ലാം അറിയാം. അതെന്താ ഈ പോക്കറ്റിന്റെ ഒരു സൈഡിൽ തയ്ച്ചു വെച്ചു. മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി പറയുമ്പോൾ ആകെ നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണ്. ഈ സ്വർണ്ണം പടച്ചോൻ കാത്ത് തയ്ച്ചു വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചരിത്രമല്ല, വലിയ ചരിത്രമാണ്. അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വെളിച്ചം. ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോയി പരിശുദ്ധമായ ദീൻ പഠിച്ചു. മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. ആണ്ട് കഴിഞ്ഞ നമ്മുടെ പരിപാടി കഴിഞ്ഞല്ലോ. റാത്തീബ് 5-ാം തീയതി അന്നാണ് ചോറ് കൊടുക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്കെതിരെ വരണം. ഫുഡ് കിട്ടും. അല്ലാഹു ബറക്കത്തുള്ള ഭക്ഷണമാണ് നമുക്ക് തൗഫീഖ് തരട്ടെ. ബറക്കത്തുള്ള ഭക്ഷണം. ബഹുമാനപ്പെട്ടവർ 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോയി ഇൽമ പഠിക്കുന്നു. മാഷാ അല്ലാഹ്. എത്ര കൊല്ലം പഠിച്ചു? ഇൽമ എത്ര കൊല്ലം പഠിച്ചു? 33 കൊല്ലം. എത്ര കൊല്ലം? നമ്മൾ 33 വട്ടം സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലലില്ല. കാരണം കഴിഞ്ഞ 33 വട്ടം സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും ഉസ്താദേ അടുത്ത വക്കത്തിന് കാണാന്ന് പറഞ്ഞു ഇറങ്ങി പോകുന്ന കൗമിനോടാണ് 33 കൊല്ലം ഉദ്ദേശിച്ച ഓതിയ കഥ. ഇൽമ പഠിച്ചത് 33 കൊല്ലം. വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് നബി ബഹുമാനപ്പെട്ടതാകുന്ന മുഹ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എല്ലാ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിലും ഞാൻ മുങ്ങിക്കുളിച്ചു. ബഹുമാനപ്പെട്ടവർ പറയാം. ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, തഫാസീറുകൾ, ഹദീസിന്റെ കാര്യങ്ങൾ, നിദാന ശാസ്ത്രങ്ങൾ, ഗോളശാസ്ത്രം, തർക്കശാസ്ത്രം എന്ന് വേണ്ട എല്ലാ ഫന്നും കലക്കി കുടിച്ചു. ബഹുമാനപ്പെട്ടവർ പഠിച്ചു കഴിഞ്ഞപ്പോ എത്ര കൊല്ലമായി? 33 വർഷം. 18 + 33 എത്ര വയസ്സായി കാണും? എത്ര വയസ്സായി? വേഗം പറയും. കറക്റ്റായിട്ട് കൂടിക്കണം. നാളൊക്കെ എല്ലാവരും മുന്നിൽ ലൈവൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരും കറക്റ്റ് പറയും. 18 + 33 എത്രയായി? കുട്ടിയില്ല ഇതുവരെ മൊബൈൽ എടുത്തില്ല. 21. അതാരാ? 51 ആണോ? ആണോ മോനെ? നല്ല ടൈയൊക്കെ ഉഷാറായിട്ട്. മോനെ പേരെന്താ? ടൈ അല്ലായിരുന്നു. മാഷാ അല്ലാഹ്. നമ്മുടെ മക്കൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. വയസ്സെത്രയായി? 51 വയസ്സായി. കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിച്ചോ? ഇല്ല. ഇൽമ പഠിക്കുന്നതിന് ഷുഗറിലായിരുന്നു. 51ാമത്തെ വയസ്സിലാണ് കഴിഞ്ഞത്. പടച്ച റബ്ബേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഏറ്റവും വലിയ സുന്നത്തല്ലേ? മുഅക്കദായ ശക്തിമത്തായ സുന്നത്താണ്. ഇൽമ പഠിക്കുന്നതിന്റെ ഇടയിൽ അത് വിട്ടുപോയി. അതിനൊരു തടസ്സമാകുന്ന കരുതി. ഇതിനിടയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് അവരുടെ പഠിത്തത്തിനെ കുറിച്ചൊക്കെ. നമ്മളിന്ന് 8 കൊല്ലം പഠിച്ചു, മാക്സിമം 10 കൊല്ലം പഠിച്ചാൽ ബിരുദവും ബിരുദാനന്തരവും എടുക്കും നമ്മുടെ ഉസ്താദുമാർ, അല്ലേ? നോക്കൂ, നിങ്ങൾ 33 കൊല്ലം പഠിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ഇൽമ മുഴുവൻ കരഗതമാക്കി തീർന്നില്ല. അവിടുന്ന് പിന്നീട് വിവാഹം കഴിച്ചു. എത്ര വിവാഹം കഴിച്ചു? 4 വിവാഹം കഴിച്ചു. എന്തിനാ ഞാനിത് നിർത്തി പറയുന്നതെന്നറിയാം? നിങ്ങളുടെ ഹൃദയത്തെ അങ്ങ് പതിയാനാണ്. കാരണം നിങ്ങൾ മുഹീദ്ദീൻ റാത്തീബ് നടത്തുന്ന ആളുകളാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. വേറെ ഒരു നാട്ടുകാരെ പോലെയല്ല, നിങ്ങൾ നിർബന്ധമായിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി അറിഞ്ഞിരിക്കണം. 4 വിവാഹം കഴിച്ചു. എത്ര മക്കളുണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു? 49 മക്കൾ. എത്ര മക്കൾ? അത്രയേ ഉള്ളൂ, വളരെ കുറച്ച്. ജമാഅത്ത് വേണം തുടങ്ങാൻ, ഖുതുബ ഒക്കെ നടത്താൻ വേണമെങ്കിൽ റാഹത്ത്. 49 മക്കൾ.
27 ആൺമക്കളും 22 പെൺമക്കളും. 27 ആൺമക്കളും 22 പെൺമക്കളും. മാഷാ അല്ലാഹ്, എത്ര നല്ല ബർക്കത്തുള്ള കുടുംബമാണ്. 22 പെൺമക്കളിൽ നിന്ന് 21 വളരെ ചെറിയ മക്കളായിരിക്കുമ്പോൾ, കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു പോയി. അപ്പൊ എത്ര കുട്ടികൾ ബാക്കിയായി? 21, 22, 21 ചെറുപ്പത്തിലെ മരിച്ചു. പിന്നെ ഒരാൾ, ഒറ്റ പെൺകുട്ടി മാത്രമാണ് വലുതായി ജീവിച്ചിരുന്നത്. ബാക്കിയൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു. ചെറിയ പൈതലായിരിക്കുമ്പോൾ കുട്ടികളായിരിക്കും. 27 ആൺമക്കളിൽ നിന്ന് 14 പേരും ചെറുപ്പത്തിലെ മരണപ്പെട്ടു ആൺപിള്ളേർ. അതിൽ 13 പേരാണ് ബാക്കിയായത്. എത്ര പേരാ ബാക്കിയായത്? 13 പേര് ബാക്കി. പറഞ്ഞാൽ വലുതായി ജീവിച്ചിരുന്നെന്ന് അർത്ഥം. വലുതായത് 13 പേരെ. അപ്പൊ 13 പ്ലസ് 1 14 പേര് മൊത്തം. അതായത് ഒരു പെണ്ണും 13 ആൺകുട്ടികൾ. മറ്റൊരു വാക്കിൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാല് 49 മക്കളിൽ നിന്ന് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ ആൺ പെൺ മക്കൾ മൊത്തത്തിൽ എത്ര പേർ? 35 പേർ. 14 പേര് ബാക്കി. അതിന് 13 ആണും ഒരു പെണ്ണും. മനസ്സിലായ? കണക്ക് മനസ്സിലായ? ഇങ്ങനെ നിർത്തി പറയുന്നതിനെ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറക്കാനാണ്. നിങ്ങളോട് ചോദിക്കാണ് ആൺപിള്ളേർ എത്ര, പെൺപിള്ളേർ എത്ര പേരെന്ന് വെച്ചാൽ പറഞ്ഞു തരണം. എത്രയാണ് ആൺപിള്ളേർ? 43. ആ ലൈവ് ഒന്ന് റിവൈൻഡ് അടിച്ചു. എത്രയാണ് ആൺപിള്ളേർ? എത്ര പേരാണ്? 27. മാഷാ അല്ലാഹ്. 22 പെൺകുട്ടികൾ. പഠിച്ചോളെ, ഇതൊക്കെ പഠിക്കേണ്ടതിനാണ്. മൊയ്തീൻ ശൈഖിനെയൊക്കെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് നല്ലൊരു പഠനം തന്നെയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം അവരുടെ റാത്തീബ് കഴിക്കുന്ന നിങ്ങൾക്കൊരു പൊരുത്തമുണ്ട് നിങ്ങളുടെ നാടിന്. അവരുടെ ഒരു തിരുനോട്ടമുണ്ട്. അപ്പൊ അവരുടെ ജീവിത ചരിത്രം നിർബന്ധമായി പഠിക്കണം. നിർബന്ധമായി നമ്മൾ പഠിക്കണം. അല്ലാഹു പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് തെന്നി പറഞ്ഞത് തന്നെ അവര് നിസ്സാരക്കാരല്ല. അതുകൊണ്ട് അവരൊക്കെ ഈ രാത്രി ശരിക്കും ഇബാദത്തിലെത്തവരാ. അല്ലാഹു അവർ ഈ രാത്രിയിൽ എന്തെല്ലാം നന്മകൾ ചോദിച്ചിട്ടുണ്ടോ പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ രാത്രിയിൽ അവരെന്തെല്ലാം ശുറൂർ ഫസാദുകളെ തൊട്ട് കാവൽ തേടിയിട്ടുണ്ടോ അതിനെ തൊട്ടെല്ലാം ഈ മഹല്ലത്തിലുള്ള മുഴുവൻ ആളുകൾക്കും, ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കും, ലൈവായി സദസ്സ് കേൾക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും നീ കാവൽ നൽകണേ അല്ലാഹ്. പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഈ റാത്തീബ് കൃത്യമായി വർഷം തോറും കഴിച്ചുകൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനാലെല്ലാം സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണയ്ക്കുന്നുണ്ടോ എല്ലാവർക്കും നീ ഖൈർ. ആണുങ്ങളെടുത്തും പോകും, പെണ്ണുങ്ങളെടുത്തും പോകും. ഇപ്പൊ കറക്റ്റ് കൊടുക്കാൻ റെഡിയാണ്. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഒരു സദക്ക എടുത്ത് കൈവച്ചു. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. വേഗാട്ടെ ഇൻഷാ അല്ലാഹ്. പുരുഷന്മാരും കൊടുക്കുക, സ്ത്രീകളും കൊടുക്കുക. സാധാരണ നിങ്ങൾ ലാസ്റ്റ് എന്റെ കയ്യിൽ തരലാണ്. ഇൻഷാ അല്ലാഹ് ബക്കത്തിനും കൊടുക്കും. ഇപ്പൊ നല്ലൊരു സമയമാണ്. ഈ രാവ് കഴിഞ്ഞു പോയാൽ പിന്നെ പോയി. ഇപ്പൊ നല്ല സദക്കയ്ക്ക് പറ്റിയൊരു സമയമാണ്. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. എല്ലാവരും നല്ല സദഖ. അല്ലാഹുവേ, ഞങ്ങളുടെ സദഖകൾ നീ സ്വീകരിക്കണേ റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകാരപ്രദമാകുന്ന സദഖയായി സദഖയെ നീ സ്വീകരിക്കണേ റബ്ബേ. പരിശുദ്ധ മിഅ്റാജിന്റെ രാവിലാണ് നിലകൊള്ളുന്നത്. ഈ രാത്രിയിൽ നമ്മൾ കൊടുക്കുന്ന സദഖ അതൊരു നിസ്സാരമായ സദഖയാകരുത്. നല്ല നിയ്യത്തിൽ നമ്മൾ കൊടുക്കണേ. തീർച്ചയായും നമ്മുടെ ആഖിറം സന്തോഷകരമാകുന്നതാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്ന രാവാണ്. ആ പ്രവാചകരുടെ അരുമ പ്രിയപ്പെട്ടതാകുന്ന പൊന്നമോന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ മാതാവിന്റെയും പിതാവിന്റെയും കുടുംബ പരമ്പര എത്തുന്നതായ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം ഞങ്ങൾ വിവരിച്ച രാവാണ്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിലുള്ള ഞങ്ങളുടെ
ഉന്നതരായ ഉസ്താദുമാർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഉമറാക്കൾക്ക് നൽകണേ അല്ലാ. ഇവിടെ വന്നു ചേർന്ന ചെറുപ്പക്കാർ, മുത്തഅല്ലിമീങ്ങൾ, യുവാക്കൾ, യുവതികൾ എല്ലാവർക്കും നീ നസീബാക്കണേ അല്ലാ. ഓൺലൈനിലൂടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈർ പ്രദാനം ചൊരിയണേ അല്ലാ. ആരാണ് മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. തന്റെ പ്രിയപ്പെട്ടതാകുന്ന ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 51ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 4 വിവാഹമാണ് കഴിച്ചത്. 49 മക്കളാണ് അല്ലാഹു നൽകിയത്. അതിൽ തന്നെ 35 മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകുന്ന എല്ലാ പ്രയാസങ്ങളും സഹിക്കാൻ തയ്യാറുള്ള മനുഷ്യനായിരുന്നു. മുഅ്മിനത്തെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. കാസർഗോഡുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ അത് സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മനസ്സ് പതറല്ലേ, മനസ്സ് വിഷമിക്കല്ലേ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിചാരം വേണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ പ്രിയപ്പെട്ട പിതൃവ്യനാകുന്ന അബൂ ത്വാലിബ് വഫാത്തായപ്പോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ ബീവി വഫാത്തായപ്പോ ദുഃഖമുണ്ടെങ്കിലും വിഷമമുള്ളിൽ ഒതുക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് നിലകൊണ്ടതായ പ്രവാചകന് ആശ്വാസത്തിന്റെ തെളിനീര് നയിച്ചുകൊണ്ട് പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവ് അല്ലാഹു സമ്മാനിച്ചില്ലയോ? ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസം കഴിഞ്ഞാൽ എളുപ്പത്തിന്റെ രാവുകൾ കടന്നു വരുമെന്നുള്ള വലിയ സമുന്നതമായ പാഠമാണ്. അതുകൊണ്ട് തളരാതെ, അതുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നിലകൊള്ളണേ. സാമ്പത്തികമായ നഷ്ടമുണ്ടാകാം. കൊറോണ വന്നപ്പോൾ, ഒമിക്രോൺ വന്നപ്പോൾ നിനക്ക് നിന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രയാസമുണ്ടാകാം. നിന്റെ പ്രവാസ ലോകത്തെ ജീവിതം വലിയ താറുമാറാകാം. നിന്റെ ജീവിതം എല്ലാ നിലയ്ക്കും നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകാം. എല്ലാം സഹിച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. അല്ലാഹുവാണ് എനിക്ക് പ്രയാസം നൽകിയത് എന്നുള്ള ചിന്ത നിന്റെ മനോമകരത്തിലുണ്ടാകണേ. 35 മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടും ക്ഷമിച്ചുകൊണ്ട് നിലകൊണ്ടതായ ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് എത്ര വലിയ ഈമാനിന്റെ നിറകുടമ. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾക്ക് ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കൊല്ലം ദർസ് നടത്തി? 51 വയസ്സ് മുതൽ അവിടുന്ന് ദർസ് നടത്തി. 40 കൊല്ലം തുടർച്ചയായിട്ട്. 40 കൊല്ലം. 51 പ്ലസ് 40 എത്ര? 91 വയസ്സ്. മാഷാ അല്ലാഹ്. 91 വയസ്സ് വരെ, അഥവാ വഫാത്ത് വരെ. പിന്നെന്താ പരിപാടി? ദർസ് എടുക്കൽ, മുദർരിസ്. മാഷാ അല്ലാഹ്. ദീൻ പഠിപ്പിക്കാൻ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇപ്പൊ പഠിച്ചോ? മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിത ചരിത്രം അല്പം സ്വല്പമെങ്കിലും പഠിച്ചില്ലേ? അത് ഏറ്റവും വലിയ പഠിത്തം. ശ്രദ്ധിക്കണേ. അങ്ങനെ ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ ഒരു ശിഷ്യൻ വന്നിട്ട് പറയാം, വേഗം നിർത്തും. കറക്റ്റാ? കണ്ടോ? 10 നമുക്കൊരു 10 20 10 മിനിറ്റ് കൂടെ കഴിയുമ്പോ ദുആ ചെയ്യാം കേട്ടോ. ആരെ ബുദ്ധിമുട്ടിക്കൂടി 10:30 ആകുമ്പോ നമുക്ക് എല്ലാവർക്കും സലാം ചൊല്ലി അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം നിങ്ങൾക്കൊക്കെ ഇനി സുബഹി വരെ ഖുർആൻ ഓതാനുണ്ടാവും, ദിക്ർ എല്ലാം ഉണ്ടാവും. നല്ല രാവിലെ നമ്മളായിട്ട് ഇനി അത് കളയുന്നില്ല അല്ലേ അബ്ദുറഹ്മാൻ? ഓതാനുള്ളത് ഓതട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ രാത്രിയിൽ കിടന്ന് ഉറങ്ങാനുള്ളതല്ല. ഇന്നത്തെ രാത്രി എല്ലാം ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, നല്ല ഇബാദത്ത് എടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുആ ചെയ്യാൻ വിട്ടുപോകരുത്. ശരിക്കും ദുആ എടുക്കുക. അതുകൊണ്ട് എല്ലാവരും ഒന്ന് 10 മിനിറ്റ് നേരം നമുക്ക് ദുആ ചെയ്തിട്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ ചരിത്രമെന്ന് പറയുകയാണ്. അവിടുത്തെ റാത്തീബ് നടത്തുന്ന മജ്‌ലിസാണ്. അതുകൊണ്ട് ഒരു പേരിൽ അവിടുത്തെ പൊരുത്തം എനിക്കും ലഭിക്കണം, എന്റെ കുടുംബത്തിനും വേണം, എന്റെ നാടിനും വേണം, ഈ സമൂഹത്തിനും വേണം, ഈ സമുദായത്തിനും വേണം. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മാഷാ അല്ലാഹ് ദർസ് എടുക്കുമ്പോൾ ഒരു ശിഷ്യൻ വന്നുകൊണ്ട് വലത് കാതിൽ മൊഴിയുകയാണ്, ഉസ്താദേ നിങ്ങളുടേതാകുന്ന വലിയ കപ്പൽ അതാ കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ചു പോയിരിക്കുന്നു.
ഒരുപാട് സാധന സാമഗ്രികൾ കയറ്റി വന്നിട്ടുള്ളതാകുന്ന നിങ്ങളുടെ കപ്പല് കടലിന്റെ നടുക്കളത്തിൽ വെച്ച് കത്തി കരിഞ്ഞു പോയിട്ട് അങ്ങനെയാണ് വിവരം കിട്ടിയത്. മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിന് കപ്പലോ ചിന്തിക്കുന്നവരുണ്ടാവും. മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിന് നിങ്ങൾ മനസ്സിലാക്കിയ പോലെ കാണിക്കുന്ന ഒരു ഷെയ്ഖാന്ന് കരുതല്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി. മുഹ്യിദ്ദീൻ ഷേഖിന്റെ ഒരു കോലം നിങ്ങളുടെയൊക്കെ മനസ്സിലാക്കി മുടിയൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു ടീമാണ്. ജദ്ബിന്റെ ഹാലാണ്. അങ്ങനെയൊന്നും കരുതണ്ട. നല്ല സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയായിരുന്നു മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു. ആശയുള്ള വ്യക്തിയാണ്. അതിന്റെ പഠിക്കാൻ പോയപ്പോ തന്നെ 40 സ്വർണ്ണ നാണയാണ് കയ്യിൽ. മനസ്സിലാകുന്നുണ്ട്? അല്ലാതെ അപ്പുറത്തിരിക്കുന്ന മുത്തലിബിന്റെ വേസ്റ്റ് എടുത്ത് കേൾക്കുന്ന തോന്നൽ. പഠിക്കാൻ പോകുമ്പോ തന്നെ നല്ല സാമ്പത്തികമാണ്. മനസ്സിലാക്കണം. നമ്മൾ നല്ല സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ ആ സമ്പത്തൊന്നും തന്റെ ദീനിന്റെ വിഷയത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടെയാണ് മനസ്സിലാക്കുന്നത്. ദീനിന്റെ വിഷയത്തിൽ പരിപൂർണമായ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അഹങ്കാരമില്ല, ലവലേശ അഹങ്കാരമില്ലായിരുന്നു അങ്ങനത്തെ മനുഷ്യൻ. തന്റെ വലിയതാകുന്ന ഭീമാകാരമാകുന്ന കപ്പൽ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് കത്തിയമർന്നു പോകുന്നു എന്നുള്ള വിവരം കിട്ടിയപ്പോ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതി. അല്പനേരം കഴിഞ്ഞു അതേ ശിഷ്യം തന്നെ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ശൈഖ് അവറുകളെ, തങ്ങളുടെ കപ്പലല്ല കത്തി നശിച്ചത്, അത് മറ്റൊരാളുടെയാണ് എന്ന് പറയുകയാണ്. അല്പനേരം മൗനം അവലംബിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ കൂട്ടുകാരെ ചോദിച്ചു, എന്താണ് അവിടെ കാക്ക കാഷ്ടിക്കുന്നുണ്ടോ? ആണോ? ശ്രദ്ധിച്ചോണം, അവിടെ എന്തൊക്കെ ഒന്ന് വീണ് ഇങ്ങോട്ട് തൊട്ട് കുഴപ്പമില്ല. മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഉടനെ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ്. ശിഷ്യന്മാരെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അൽഹംദുലില്ലാഹ് എന്താണ് ശൈഖ് അവറുകളെ നിങ്ങളെ ക്ലാസിന്റെ ഇടയിൽ 2 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ഒഴിഞ്ഞത്? ഒന്നാമതായി എന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഇന്നാലിന്റെ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടേതാകുന്ന സാധന സാമഗ്രികൾ വഹിച്ചു കൊണ്ടുവന്ന കപ്പല് ഇതാ കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് കത്തിക്കരിഞ്ഞു പോയിരിക്കുകയാണ്. ഞാനപ്പോൾ അല്പനേരം മൗനം അവലംബിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, എന്റെ സാധനങ്ങൾ മുഴുവനും കത്തി നശിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ എന്റെ മനസ്സിലേക്ക് നോക്കി. എന്റെ മനസ്സിന് വല്ല ചാഞ്ചാട്ടവുമുണ്ടോ? എന്റെ സാധനങ്ങൾ മുഴുവനും വഹിച്ചു കൊണ്ടുവന്നതായ കപ്പല് നടുക്കളത്തിൽ വെച്ചുകൊണ്ട് കത്തിക്കരിഞ്ഞു പോയപ്പോ ദുനിയാവ് അസ്തമിച്ചു പോയല്ലോ, എനിക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ചിന്തയിൽ എന്റെ മനസ്സിന് വല്ല പതറലുണ്ടോ ചിതറലുണ്ടോ എന്ന് നോക്കിയപ്പോ എന്റെ മനസ്സിന് അനക്കമുണ്ടായിട്ടില്ല. എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. പിന്നെന്തിനാണ് ഉസ്താദേ തങ്ങളുടേതല്ല മറ്റൊരാളുടെയാണ് കപ്പല് മുഴുവനും നഷ്ടപ്പെട്ടു പോയത് എന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? മറ്റൊരാളുടെയാണെന്ന് കേട്ടപ്പോൾ സന്തോഷമുണ്ടായതുകൊണ്ടാണോ? ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. മറ്റൊരാളുടെയാണ്, എന്റേതല്ല എന്ന് കേട്ടപ്പോൾ ഞാൻ എന്റെ മനസ്സിലേക്ക് നോക്കി. എന്റെ അല്ല, മറ്റൊരു പാവപ്പെട്ടവന്റെ ആണെന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിന് വല്ല സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? ഒരു മുഅ്മിനിന് അപകടമുണ്ടാകുന്നതിൽ എന്റെ മനസ്സിന് വല്ല സന്തോഷമുണ്ടോ എന്ന് നോക്കിയപ്പോൾ എന്റെ മനസ്സ് ഒരു സ്ഥലത്തേക്ക് മടങ്ങിയിട്ടില്ല. മുമ്പുള്ളതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് മനസ്സ് അല്ലാഹുവിലേക്ക് ലയിച്ചു നിൽക്കുകയാണ്. എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയ അല്ലാഹ്, ഭൗതികതയുടെ ആഡംബര ആസ്വാദനങ്ങളിലേക്ക് പോകാതെ അചഞ്ചലമായ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തിയ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നിനക്കാണ് അർഗല സ്തുതിയും അല്ലാഹ്. അതാണ് മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ അവരുടെ പേരിൽ റാത്തീബ് നടത്തുമ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മളൊക്കെ എത്രത്തോളം ഭൗതികതയുടെ ആളുകളാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
നമ്മൾ നിസ്കാരത്തിന്റെ ആണ്ട് കഴിക്കുന്ന ഈ രാവിലെ വെച്ചുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന ഓരോ സഹോദരങ്ങളും മറക്കപ്പുറത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരും വലത് കൈ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് ചിന്തിക്കണം, നമ്മളിൽ എത്ര പേർ നിസ്കാരത്തെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് ചിന്തിക്കേണ്ടത് തന്നെയാണ്, വേറെ ഒന്നും വേണ്ട. നമ്മളിൽ എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ട്? ഇന്നത്തെ ഒരു ദിവസം 5 വഖത്ത് ഇമാമും ജമാഅത്തും നിർവഹിച്ചവർ എത്ര പേർ എന്ന് ചോദിച്ചാൽ കൈ ഉയർത്താൻ സാധിക്കുന്നവർ എത്ര പേർ? കൈ ഉയർത്തേ വേണ്ട, ഞാൻ ചോദിക്കുകയാണ്. അവരവർ സ്വന്തത്തോട് ചോദിക്കും. ഇന്നത്തെ ഒരൊറ്റ ദിവസം, ഇന്നലെ പോട്ടെ, ഇനി ഞാൻ പോട്ടെ, ഇന്നത്തെ ഒരൊറ്റ ദിവസം നമുക്കറിയാം മേറാജിന്റെ രാമാണെന്നോ ഇതിന്റെ മഹത്വമാണെന്നോ നമുക്കറിയാം. ഇന്നത്തെ ഒരൊറ്റ ദിവസം തന്നെ പുരുഷന്മാർ കറക്റ്റായിട്ട് പള്ളിയിൽ അവ്വൽ വഖത്തിൽ വന്നവർ എത്ര പേരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തോട് എങ്ങനെ മറുപടി കൊടുക്കും? ഇന്നത്തെ ഒരൊറ്റ ദിവസം നമസ്കാരം 5 വഖത്ത് കൃത്യത വെച്ചിട്ടുള്ള സഹോദരിമാർ എത്ര പേർ? നിസ്കാരത്തിന്റെ ആണ്ട് കഴിക്കുന്നതാകുന്ന ദിവസത്തിൽ പോലും മുസ്ലിം സഹോദര സഹോദരിമാരുടെ അവസ്ഥ ഇതാണ് എങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? എന്ത് നടത്തിയാൽ നമ്മൾ രക്ഷപ്പെടും? എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടും? നിങ്ങൾ തന്നെ അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വലിയ വിപത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്. എല്ലാ നന്മകളും അസ്തമിച്ചു. നന്മകളെല്ലാം അസ്തമിച്ചു. ആകെ നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു നന്മ നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് കൈമാറി തന്നത് എന്താണ്? ആത്മീയതയാണ്. ഒരു ചുക്ക് നമുക്ക് തന്നിട്ടില്ല. 30 കൊല്ലം മുമ്പ് ഇന്നീ കാണുന്ന ബിൽഡിങ്ങുകൾ നമുക്കുണ്ടായിരുന്നു. ഇവിടെ ഈ ചുറ്റുവട്ടത്ത് കാണുന്ന ഓരോരുത്തരുടെയും വീടുകൾ അമ്പരച്ചുമരുകളാകുന്ന മണിമേടകൾ, 2 നില 2 നില വീടുകളൊക്കെ വെച്ചിട്ടുള്ളവർ 30 കൊല്ലം മുമ്പ് അവർ ഏത് തരക്കാരായിരുന്നു, ഏത് കോലത്തിലായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. 30 കൊല്ലം മുമ്പ് നമുക്കൊന്നും ഒന്നുമില്ല. 30 കൊല്ലങ്ങൾക്ക് ഇപ്പറാണ് ഉണ്ടാക്കിയതൊക്കെ. എന്നിട്ട് നമ്മുടെ അഹങ്കാരോ 500 കൊല്ലം പഴക്കമുള്ളത്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പടച്ചറമ്പൊരു പിടുത്തം പിടിച്ചാൽ ഒക്കെ തീരും, എല്ലാം തീരും, എല്ലാം അസ്തമിക്കും. 30 കൊല്ലം കൊണ്ടുണ്ടാക്കിയ 30 കൊല്ലം മുമ്പ് ദാരിദ്ര്യം പട്ടിണിയാണ്, കഴിക്കാനൊന്നുമില്ല, വിളിക്കാത്ത കല്യാണത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാര് ഇല്ലേ നമുക്കിടയിലില്ലേ? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി വൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും ഫതനാഫസുഹാ കമാ തനാഫസുഹാ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യമല്ല, ദാരിദ്ര്യമല്ല, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും. നിങ്ങൾക്ക് മുമ്പുള്ള ജനതയ്ക്ക് ദുനിയാവ് വിശാലമാക്കി നൽകിയതുപോലെ നിങ്ങൾക്ക് ഈ ഭൗതികതയുടെ ആഡംബര ആസ്വാദനങ്ങൾ കൈവെള്ളയിലേക്ക് കിട്ടുന്നതിന് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ ഈ സമൂഹം കാണുകയല്ലയോ, ദർശിക്കുകയല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന് പുലർന്നില്ലയോ, പുലർന്നില്ലയോ? 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി ഈ ഉമ്മത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതുപോലെ വ്യക്തമായി നമ്മൾ ദർശിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല സ്വഹാബ, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ. ഈ ഭൗതികതയുടെ ആഡംബര ആസ്വാദനങ്ങൾ നിങ്ങളുടെ മേൽ വിശാലമാകുന്നതിന് ഞാൻ ഭയപ്പെടുകയാണ്. ഫതനാഫസുഹാ കമാ തനാഫസുഹാ,
മുൻഗാമികൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന് വേണ്ടി മത്സരിക്കുകയാണ്. 50 ലക്ഷത്തിൻ്റെതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി എറണാകുളത്ത് പിടിക്കപ്പെടുകയാണ് നമ്മുടെ ജില്ലക്കാർ. മുസ്ലിം സഹോദരങ്ങൾ, ചെറുപ്പക്കാരാകുന്ന യുവാക്കൾ MDMA ഉൾപ്പെടെയുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ ചെറുപ്പക്കാരാകുന്ന 20ന്റെ നിറകുടങ്ങളാകുന്ന മക്കൾ തയ്യാറാവുകയാണ്. മോശപ്പെട്ട തലത്തിലേക്ക് മക്കൾ ഇറങ്ങി തിരിക്കുകയാണ്. അന്യരാകപ്പെട്ട ആളുകൾ ചെറിയ വിഷയത്തിന്റെ മേൽ കൊലപാതകം നടത്താൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തോടൊപ്പം ചേരുകയാണ്. ലഹരി ഉപയോഗിക്കാൻ തയ്യാറാവുകയാണ്. എന്തിന്റെ പേരിലാണ്? കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ലാഭം കൊയ്തുകൊണ്ട് ദുനിയാവ് മാറി പടരാനുള്ള നെട്ടോട്ടമാണ്. കുറഞ്ഞ ആളുകൾ ഗൾഫിൽ പോയി നിലകൊള്ളുമ്പോൾ തന്നെ നാട്ടിലേക്ക് വന്നുകൊണ്ട് അമ്പരച്ചുമകളായ മണിവേറുകൾ വെക്കുകയാണ്. എവിടെ നിന്നാണ് നിനക്ക് ഇത്രയും പണം? നീ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണോ എന്ന് ഒരു വേള ചിന്തിക്കണേ സഹോദരാ, ഒരു വേള ചിന്തിക്കണേ പെങ്ങളെ. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ വലിയ നഷ്ടമാണ്. പ്രവാസികളാകുന്ന സഹോദരങ്ങളെ കുറ്റപ്പെടുത്തി പറയുകയല്ല, പക്ഷേ പറയാതിരിക്കാൻ സാധിക്കുന്നുമില്ല. കുറഞ്ഞ നാളുകൾ കൊണ്ട് സമ്പാദ്യം ഹലാലല്ലാത്തത് ഒരുമിച്ച് കൂട്ടുന്ന ആളുകൾ അധികരിക്കുന്ന കാലഘട്ടമാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലയോ അനുവദിക്കപ്പെടാത്ത മാർഗത്തിലൂടെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനുള്ള മത്സര്യ ബുദ്ധിയ കാണിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? വളഞ്ഞ വഴി സമീപിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? പഴയ കാലഘട്ടത്തിലെ സ്വഹാബത്തിന്റെ വനിതകൾ അതാ വെളിയിലേക്ക് നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ അവരോട് വിളിച്ചു പറയുകയാണ്, ഇയ്യാകും വൽ ഹറാം, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, ഹറാമ് കൊണ്ടുവരുന്നതിനെ സൂക്ഷിക്കണേ, ഹറാമ് കൊണ്ടുവരരുതേ. ഫൈനാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഞങ്ങളിതാ വിശപ്പിന്റെ മേൽ സഹിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ സാധിക്കില്ല. കത്തിച്ചൊലിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് അല്ലാഹു ഞങ്ങളെ വലിച്ചെറിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നത് ഹലാലാകണേ. ഭർത്താക്കന്മാർ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഭാര്യമാരും ആദ്യക്കൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന വർത്തമാനമാണ്, ഇയ്യാകും വൽ ഹറാം, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, ഹറാം കൊണ്ടുവരുന്നതിന് സൂക്ഷിക്കണേ. പ്രവാസികളാകട്ടെ, നാട്ടിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്. ഹറാമാകുന്ന ഒരു പൈസ പോലും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിൽ നിന്ന് ഊട്ടപ്പെട്ടത് നാണയത്തൊട്ടുകൊണ്ട് നിന്റെ മക്കൾക്ക്, നിന്റെ ഭാര്യക്ക്, നിന്റെ കുടുംബത്തിന് നീ അന്നമൂട്ടിയാൽ, നിന്റെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് നീ ശുശ്രൂഷ നൽകിയാൽ മക്കള് പൊരുത്തപ്പെടൂല. ആ മാതാപിതാക്കളെ പൊരുത്തം കിട്ടുമെന്ന് നീ ആഗ്രഹിക്കേണ്ടതില്ല. നിന്റെ മക്കള് സാലിഹാകുമെന്നുള്ള ബോധം വേണ്ട. അതുകൊണ്ട് മുസ്ലിമേ, ദുനിയാവിന് വേണ്ടി നീ ജീവിക്കല്ലേ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. നമസ്കരിക്കുന്നവർക്ക് നാശമാണ്. നമസ്കരിക്കുന്നവരെ നിങ്ങൾക്ക് നാശമാണ്. ഏത് നിലയിൽ നമസ്കരിക്കുന്നവരാണ്? അലസന്മാരായി, മടിയന്മാരായി നമസ്കരിക്കുന്നവരാണ്. ഒരുപക്ഷേ നമ്മൾ നിസ്കരിക്കുന്നവരാകാം, നമ്മുടെ മക്കള് നിസ്കരിക്കുന്നവരാകാം, നമ്മുടെ ഭാര്യ നിസ്കരിക്കുന്നവരാകാം. ഈ മഅറാജിന്റെ രാവിലെ വെച്ചുകൊണ്ട് കുമരം ഉസ്താദ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അലസത വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ
മടി വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ, റമദാൻ വരുമ്പോ തറാവീഹിന്റെ 20 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് പോലും അലസത വെക്കുന്നവരെ, ഇമാം അത്തഹിയ്യാത്തിൽ നിലകൊള്ളുന്ന വേളയിൽ ഓടി വന്നുകൊണ്ട് കൈകെട്ടി അത്തഹിയ്യാത്തിലിരുന്ന് ആ ജമാഅത്ത് കിട്ടിയെന്ന് വരുത്തി തീർക്കുന്ന ചെറുപ്പക്കാരെ, ഇമാം റുക്കൂഇലേക്ക് പോകുമ്പോ ഓടി വന്നുകൊണ്ട് നിയ്യത്ത് വെച്ച് കൈകെട്ടി ഒരൊറ്റ വേള സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി എന്ന് ഒരു വേള പറയലിലൂടെ ആ റക്അത്ത് കിട്ടിയെന്ന് വരുത്തി തീർക്കുന്ന മുസ്ലിമേ, നീ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബ് നേരിടേണ്ടി വരുകയില്ലയോ? നിങ്ങൾക്ക് മടിയല്ലയോ? അലസതയല്ലയോ? ഇഖാമത്ത് കൊടുക്കുമ്പോൾ പള്ളിയുടെ വെളിയിൽ നിന്നുകൊണ്ട് സ്വറ പറയുന്ന ചെറുപ്പക്കാരല്ലയോ? സിഗരറ്റ് വലിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരല്ലയോ? ബാത്റൂമിൽ പോയി അരമണിക്കൂർ സമയം ചെലവഴിക്കുന്നവരല്ലയോ? നമസ്കാരത്തെ ചിട്ടവെക്കാൻ തയ്യാറല്ലാത്ത ചെറുപ്പക്കാരികളുള്ള കാലഘട്ടമല്ലയോ? നമസ്കാരങ്ങൾ അലസത വെക്കുന്നവരല്ലയോ? കല്യാണത്തിന്റെ പേരിൽ സ്വർണ്ണമെടുക്കാൻ പോയതിന്റെ പേരിൽ വസ്ത്രമെടുക്കാൻ പോയതിന്റെ പേരിൽ നിസ്കാരത്തെ അലസത വെക്കുന്ന സഹോദര സഹോദരിമാരല്ലയോ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തെ അലസത വെക്കുന്നവർക്ക് വൈലെന്ന നരകമാണ്, നരകമാണ്. നരകത്തിന്റെ ഒരു കുണ്ട് തന്നെ, ഒരു ചെരിവ് തന്നെ അല്ലാഹു അവർക്ക് സമ്മാനിക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നമസ്കാരം ചിട്ടയുക്കുന്നവരാകണം നിർബന്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈലത്തുൻ നുസ്രിയ ബിന സമാ റഅയ്തു ഖൗമാ തുറല്ലഹു റൂസഹും ബിസ്സഖരി കുല്ലമാ റുളിഖത് ആദത് ഇലാ മാ കാനത്. പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജ് രാവിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് അതാ ചില ആളുകളെ എനിക്ക് കാണിക്കപ്പെടുകയാണ്, എനിക്ക് ചില ആളുകളെ ഖബറിൽ കാണിക്കപ്പെടുകയാണ്. റഅയ്തു ഖൗമാ, ഒരു വിഭാഗം ആളുകളെ എനിക്ക് ജിബ്രീൽ കാണിച്ചു തരുകയാണ്. എന്താണ് അവരുടെ പ്രവർത്തനം? തുറല്ലഹു റൂസഹും ബിസ്സഖരി, പാറക്കല്ലിന്റെ ചീള് കൊണ്ട് തല അടിച്ച് പൊട്ടിക്കുകയാണ്. നഊദു ബില്ലാഹ്, തലയിൽ നിന്ന് രക്തം പാർന്നൊലിക്കുകയാണ്, രക്തം പുറത്തേക്ക് നിർഗളിക്കുകയാണ്. അവരതാ മരണത്തിന് വഴിമാറുകയാണ്. കുല്ലമാ റുളിഖത് ആദത് ഇലാ മാ കാനത്. അവർ മരണപ്പെട്ട് കഴിയുമ്പോ പാറക്കല്ലിനെ ചീളുകൊണ്ട് തല അടിച്ചു പൊട്ടിച്ചിട്ട് അവർ മരണപ്പെട്ട് കഴിയുമ്പോ അവരിലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന പ്രവാചകൻ പറയുകയാണ്, ആത്മാവിനെ ഊതപ്പെടുകയാണ്. അവർക്ക് വീണ്ടും ആത്മാവ് നൽകപ്പെടുകയാണ്, റൂഹ് ഇടപ്പെടുകയാണ്, വീണ്ടും അവരെ ശിക്ഷിക്കുകയാണ്. പാറക്കല്ലിന്റെ ചീള് കൊടുത്തുകൊണ്ട് തല അടിച്ചു പൊട്ടിക്കാൻ പറയുകയാണ്. വീണ്ടും തല അവർ അടിക്കുകയാണ്, രക്തം ചീന്തുകയാണ്, രക്തം വാർന്നൊലിച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹഉലാഇ യാ ജിബ്രീൽ. കാസർഗോഡുള്ള തക്കിൽ ജമാഅത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന റൂഹേ ബയാനിലുള്ള പ്രിയപ്പെട്ട ഓൺലൈനിലെ ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, മൻ ഹഉലാഇ യാ ജിബ്രീൽ. ആരാണ് ജിബ്രീലേ? ജിബ്രീലേ, ആരാണ് ഈ കൂട്ടർ? ഇത്രയേറെ ശിക്ഷ അനുഭവിക്കുന്നത് ആരാണ്? ഖബറിനകത്ത് പോലും സമാധാനമില്ല, ആശ്വാസമില്ല, പ്രയാസമാണ്, പ്രയാസമാണ്. പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് രക്തം വാർന്നൊലിച്ച് മരണപ്പെടുമ്പോൾ വീണ്ടും ആത്മാവൂതപ്പെട്ടുകൊണ്ട് വീണ്ടും പാറക്കല്ലിന്റെ ചീള് കൊടുത്ത് തലക്കടിക്കാൻ വേണ്ടി സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ നിർബന്ധിച്ച് അതിന് വഴങ്ങാതെ നിലകൊള്ളുമ്പോ തലക്കടികിട്ടുകൊണ്ട് മരണപ്പെടുന്ന ഇവരാരാണ് എന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയാണ്, ഹഉലാഇല്ലദീന തതഫാഖലൂന റൂസഹും അനിസ്സലാ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ,
ജയത്തിലേക്ക് വരൂ എന്ന അള്ളാന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലി മുഴങ്ങുന്നു. ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ അലസത വെച്ചുകൊണ്ട് കള്ളു കുടിക്കാൻ പോയവരാണ്. ചെറുപ്പക്കാരൊന്നിച്ചുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. സിനിമാ തിയേറ്ററിലേക്ക് പോയവരാണ്. മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നിൽക്കിയവരാണ്. തന്റെ കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയവരാണ്. തന്റെ മാതാപിതാക്കൾ അറിയാതെ, ഉമ്മ അറിയാതെ, ഉപ്പയറിയാതെ രഹസ്യമായ കാമുകനുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടന്നവളാണ്. നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, പരിശുദ്ധമായ ഇബാദത്തുകൾ അലസത വെച്ചുകൊണ്ട് നടന്നവളാണ്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിനെ തൊട്ട് തലയ്ക്ക് ഭാരം കൊടുത്ത ആളുകളാണ്. പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ സമയമില്ലാതെ അലസത വെച്ചുകൊണ്ട് നടന്നതായ ആളുകളാണ്. അവരെയാണ് ഞാൻ ഈ ഖബറിൽ കാണുന്നത്. അവർ ഖബറിൽ വലിയ പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തല അടിച്ച് പൊട്ടിക്കുന്നത് ഞാൻ കണ്ടുവന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ നിസ്കാരമുള്ളവരാണ്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നിസ്സാര വിഷയമല്ല, നിസ്സാര വിഷയമല്ല. വലിയ അദാബാണ് നിസ്കരിക്കാത്തവർക്ക്. എവിടെ കണ്ടു നബി തങ്ങൾ? ലൈലത്തുൽ ഉസ്രിയ ബി ഇല സമാഇ റഅയ്തു ബി ഐനയ്യ ശഫീഉനാ റസൂലുള്ളാഹി. നബി തങ്ങൾ നേരിട്ട് കണ്ടതാണ്. പഠിച്ചു വെച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നിസ്കാരം ചിട്ട വെച്ചോ. അല്ലാഹുവിനെ കണ്ടിട്ട് നേരിട്ട് വന്ന പ്രവാചകൻ പറഞ്ഞു, മൻ ഹാഫള ഹാദിഹി സലവാത്തുൽ ഖംസ, ഈ 5 വഖത്ത് ആരെങ്കിലും കറക്റ്റായി ശ്രദ്ധിച്ചാൽ കാനത്തു ലഹു നൂറുൻ വനജാതുൻ വബുർഹാനുൻ വശഫീഉൻ യൗമൽ ഖിയാമ വമൻ ലം യഹാഫിള അല ഹാദിഹി സലവാത്തുൽ ഖംസ ലം തകുൻ ലഹു നജാതുൻ വലാ ബുർഹാനുൻ വലാ ശഫീഉൻ യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ സന്തോഷം ലഭിക്കണോ, റാഹത്ത് ലഭിക്കണോ, കൃത്യമായി 5 വഖത്ത് നിസ്കാരം നിർവഹിച്ചു. വേറെ ഒന്നും വേണ്ട. ഇനിയുള്ള കാലഘട്ടം വളരെയേറെ വലിയമസമാണ്. പല സ്ഥലങ്ങളിലും യുദ്ധം പുറപ്പെട്ടിട്ടു. റഷ്യ യുക്രൈനെതിരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. വലിയ വിഷയത്തിലേക്കും പ്രയാസത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അവസാന നാളുകളിൽ കള്ളുകുടി അധികരിക്കും, വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കും. ഇതൊക്കെ പരിശുദ്ധ പ്രവാചകന് പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞതൊക്കെ ഇവിടെ പുലരുന്നു. അവസാന കാലഘട്ടം എത്തുമ്പോൾ മുസ്ലിമീങ്ങൾക്കെതിരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഒന്നിക്കും. റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നു. ഈ വസ്തുതകളൊക്കെ നിലനിൽക്കെ നീ പടച്ച റബ്ബിലേക്ക് നെറുകം പിടിക്കണം. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പഠിക്കണം. 5 വഖത്ത് കൃത്യമായി നമസ്കരിക്കണം, ബാങ്ക് വിളിക്കണം, ഇബാദത്ത് എടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ പറയാ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഇന്നലെ എനിക്ക് വാദമുണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. വാദം കഴിഞ്ഞ് ഞാൻ വിശ്രമിച്ചത് റിയാസ് എന്ന ഒരു മാഷിന്റെ വീട്ടിലാണ്, ചക്കരക്കര. രാവിലെ സുബൈക്ക് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ 5 വയസ്സുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മകൻ, ആ മകനാണ് 4:30 മണിക്ക് എഴുന്നേൽക്കും എല്ലാ ദിവസവും. എന്നിട്ട് രാവിലെ പള്ളി പോയി ബാങ്ക് വിളിക്കും. സുബൈക്ക് നല്ല റാഹത്തായിട്ട് ബാങ്ക് വിളിക്കും. നല്ല ബാങ്ക്, നല്ല റാഹത്തായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ തൊട്ടടുത്ത പള്ളി ബാങ്ക് വിളിക്കും. നമ്മുടെ മക്കൾ ബോധമുള്ള സമയത്ത്, ഇശായിന്റെ സമയത്ത് എവിടെയാണ്? കഞ്ചാവ് അടിച്ചിരിക്കും. MDMA ആക്കിനടി വെച്ചോണ്ട് നടക്കും. പള്ളിയിലില്ല, ആറാട്ട് കാണാൻ പോയേക്ക്. അതാണ് അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ശരിയല്ലേ? പള്ളിയിലില്ല. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. സമയം കഴിഞ്ഞാൽ പിന്നെ ഇനിയൊന്നുമില്ല. ഇസ്റാവും കഴിഞ്ഞ് മേറാജ് കഴിഞ്ഞ് ദുആണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുറച്ചും കൂടെ കേട്ടാൽ കൊള്ളാതില്ലേ? അപ്പം നിർത്തം. അതാണ് എന്റെ കാര്യം. ഇനി കൂടുതൽ പറയും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ്, കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തോട്ട് വരും. എല്ലാവരും വരും.
എല്ലാ ദിവസവും ഇപ്പൊ കുറെ ദിവസമായിട്ട് എനിക്ക് വാളുണ്ട് അല്ലേ, ഇനിയും ഉണ്ട് ദിവസം. നമ്മൾ നീട്ടി ഒരുപാട് രാത്രി കൊണ്ടുപോയാൽ എനിക്കത് പ്രയാസം. മാത്രമല്ല പലർക്കും ഒരുപാട് ദിക്റുകൾ ചെല്ലാനുണ്ട്. ഖുർആൻ ഓതാണ്ട് ഈ രാത്രി. അള്ളാഹു എല്ലാവരുടെയും ദിക്റും ഇബാദത്തും ഒക്കെ സ്വീകരിക്കട്ടെ. എല്ലാവരും അടുത്ത് വരി. ഇനിയാണ് ദുആ. ഇനി പോകാൻ പാടില്ല. അദ്ദുആഉ മുഖുൽ ഇബാദ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, അദ്ദുആഉ ഹുവൽ ഇബാദ. ഏറ്റവും നല്ല ശ്രേഷ്ഠമായ അമലാണ് ഇനിയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. എല്ലാവരും വരി. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചൊരിയട്ടെ. എല്ലാവരും ചൊല്ലിക്കോ. ജദ്ദിദു ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ إلا الله لا إله إلا الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله الحمد لله الحمد لله الحمد لله الحمد لله الحمد لله الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر.